GST പരിഷ്കരണം പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ കോഴിക്കോട് വലിയങ്ങാടിയിൽ കടകൾ സന്ദർശിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പരിഷ്കരണം സംബന്ധിച്ച് ആശയക്കുഴപ്പമുള്ളതിനാൽ ഇന്ന് നടപ്പാക്കില്ലെന്നും അടുത്ത ദിവസം മുതൽ നടപ്പിൽ വരുത്തുമെന്നും വ്യാപാരികൾ കേന്ദ്രമന്ത്രിയോട് വ്യക്തമാക്കി. GST പരിഷ്കരണം വഴി നികുതി വരുമാനം കൂടുമെന്നും സംസ്ഥാനങ്ങൾക്ക് അത് ഗുണം ചെയ്യുമെന്നും ജോർജ് കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വൈകുന്നേരത്തോടെയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ BJP നേതാക്കൾക്കൊപ്പം കോഴിക്കോട് വലിയങ്ങാടിയിലെ കടകളിൽ എത്തിയത്. GST പരിഷ്കരണം നടപ്പാക്കിയോ എന്ന മന്ത്രിയുടെ ചോദ്യത്തിന് വ്യാപാരികൾ നൽകിയ മറുപടി ഇങ്ങനെ: അവർ കുറയ്ക്കുന്നില്ലെങ്കിൽ നമ്മളെ ഒന്ന് അറിയിക്കണം, ഏത് ഉൽപ്പന്നങ്ങളാണ്, ഏത് കമ്പനിയാണ് എന്നൊക്കെയുള്ളത്. ഇതൊന്നും എടുത്തിട്ടില്ല. ഓണം കഴിഞ്ഞ ക്ഷീണത്തിലാണ്. GST പരിഷ്കരണവുമായി വ്യാപാരികൾ സഹകരിക്കുന്നുണ്ടെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. GST നിരക്ക് കുറയുമ്പോൾ വാങ്ങൽ ശേഷി കൂടും, അതുവഴി ഉൽപാദനവും നികുതി വരുമാനവും വർദ്ധിക്കുമെന്നും കേന്ദ്രമന്ത്രി അവകാശപ്പെട്ടു. ഇതിൻ്റെ ഗുണം ജനങ്ങളിലെത്തണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഏതൊക്കെ കമ്പനികളാണ് കുറയ്ക്കാത്തത് എന്നറിയിക്കണം. കാരണം ജനങ്ങളുടെ അവകാശമല്ലേ ഇത്. ആൾക്കാർക്ക് മിച്ചം വെക്കാനുള്ളൊരവസരമാണ്, സമ്പാദിക്കാനുള്ള അവസരമാണ്. അതിനുള്ള അവസരം തീർച്ചയായിട്ടും ഉണ്ടാകണം. അതിന് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി ആയതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. ഇത് കുറച്ച് കഴിഞ്ഞാൽ പർച്ചേസിങ് കപ്പാസിറ്റി കൂടും. അപ്പോൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും, കൂടുതൽ പർച്ചേസ് ചെയ്യും, കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ടാക്സ് കിട്ടും. അപ്പോൾ ആ കിട്ടുന്ന അവസരത്തിൽ പിന്നെ സംസ്ഥാനങ്ങളും തീർച്ചയായിട്ടും ആ കാര്യത്തിൽ തൃപ്തരാകും. ആ കാര്യം സംശയമൊന്നും വേണം. 5ഓളം കടകളിലാണ് കേന്ദ്രമന്ത്രിയും സംഘവും കയറിയത്. GST പരിഷ്കരണം സംബന്ധിച്ച ലഘുലേഖയും വ്യാപാരികൾക്ക് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നൽകി. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.